അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്നു. ഇതാ എൻ്റെ അമ്മാവൻ, നിങ്ങൾക്കാർക്കെങ്കിലും അമ്മാവന്മാരുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന വ്യക്തി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന ബീവിയുടെ കുടുംബം ബനു സഹ്റ കുടുംബത്തിൽ ജനിച്ച വ്യക്തി. ആമിന ബീവിയുടെ പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ പിതാമഹനാണ്. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 3-4 പുരുഷന്മാർ മാത്രമായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത്. ഞാൻ 7 ദിവസം വൈകി, ഇസ്ലാമിന്റെ 1/3 ഞാൻ എന്ന് അദ്ദേഹം തന്നെ സ്വയം പറയാറുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണയാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്തതും ആദ്യമായി അമ്പിനിരയായതും അദ്ദേഹമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ധീരനായ പോരാളി. 2 ആയുധങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒന്ന് ശൂലവും മറ്റേത് ദുആയും. യുദ്ധത്തിൽ അദ്ദേഹം ശത്രുവിനെ എറിഞ്ഞാൽ അത് കുറുക്കിക്കൊള്ളും. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് അതുപോലെ തന്നെ ഫലിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ഏറ് നീ കുറുക്കിക്കൊള്ളിക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുകയും ചെയ്യണമേ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സന്ദർഭം അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. കൂരിരുട്ടിൽ അകപ്പെട്ടതായും അതിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നതായിട്ടും ആയിരുന്നു സ്വപ്നം. അപ്പോൾ ചന്ദ്രൻ ഉദിക്കുകയും അതിന്റെ പ്രകാശത്തിൽ ഞാൻ നടക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്റെ മുന്നിലായി ചന്ദ്രവെളിച്ചത്തിൽ ഒരു സംഘം ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് അലി ഇബ്നു അബി ത്വാലിബ്, സെയ്ദ് ബിൻ ഹാരിസ, അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവരായിരുന്നു. നിങ്ങൾ എപ്പോൾ ഇവിടെ വന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ എന്ന് അവർ മറുപടി നൽകി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ആളുകളെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ടുപോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിവേഗം നടന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന് അങ്ങേയറ്റം കോപം വന്നു. അവർ പറയുകയാണ്, സഅദ്, നീ ഞങ്ങളുടെ മതം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു മതത്തിൽ ചേർന്നു എന്ന് കേൾക്കുന്നു. ഒന്നുകിൽ നീ ആ മതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഞാൻ തിന്നാതെയും കുടിക്കാതെയും മരിക്കും. മാതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാതാവിനെ പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു. എന്നാൽ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം പറയുകയാണ്, ഉമ്മ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും അതിൽ കവിഞ്ഞ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുണ്ട്. അള്ളാഹു സത്യം, നിങ്ങൾക്ക് 1000 ആത്മാവുണ്ടെങ്കിൽ അത് മുഴുവൻ ഒന്നൊന്നായി വേർപെട്ടാൽ പോലും എന്റെ മതത്തിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് കണ്ട് ഉമ്മ ഒടുവിൽ പിന്തിരിയുകയാണുണ്ടായത്. ഇതിനെക്കുറിച്ചാണ് സൂറത്തുൽ ലുഖ്മാനിൽ ആയത്ത് അവതരിച്ചത്. മാതാപിതാക്കന്മാർ എന്നിൽ പങ്കുചേർക്കാൻ നിർബന്ധിച്ചാൽ അവരെ നീ അനുസരിക്കരുത്. ഐഹിക കാര്യങ്ങളിൽ അവരോട് നല്ല സമീപനം സ്വീകരിക്കണം. ബദർ യുദ്ധത്തിൽ സഹോദരനായ ഉമൈറിനോടൊപ്പം സഅദ് റളിയല്ലാഹു അൻഹുവും പങ്കെടുത്തു. എന്നാൽ ആ യുദ്ധത്തിൽ സഹോദരൻ ഉമൈർ ഷഹീദാവുകയാണുണ്ടായത്. ഉഹദ് യുദ്ധത്തിന്റെ 2-ാമത്തെ പകുതിയിൽ മുസ്ലിം അണികൾ ഛിന്നഭിന്നമായ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10-ൽ കുറഞ്ഞ അനുയായികളും മാത്രം യുദ്ധരംഗത്ത് അവശേഷിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തുരുതുരെ അമ്പെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യം തെറ്റാത്ത അദ്ദേഹത്തിന്റെ ഓരോ അമ്പും ഓരോ ശത്രുഭടനെ നിലം പതിപ്പിച്ചു. ഈ രംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, സഅദേ, അമ്പെയ്യൂ, എന്റെ മാതാവും പിതാവും താങ്കൾക്ക് ബലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ സന്ദർഭം. ഹജ്ജത്തുൽ വദാ. മക്കയിലെത്തിയ സഅദ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടപ്പിലായി. തന്നെ സന്ദർശിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് സ്വത്തുണ്ട്, ഒരു മകളെ അവകാശിയായിട്ടുള്ളൂ. അതുകൊണ്ട് സ്വത്തിന്റെ 3/2 ഭാഗം ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുത് എന്ന് പറഞ്ഞു. എന്നാൽ പകുതി നൽകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 3/1 കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ചു. 3/1 തന്നെ അധികമാണ്. താങ്കളുടെ അവകാശികളെ ദരിദ്രരാക്കി ജനങ്ങളോട് യാചിക്കാൻ വിടുന്നതിനേക്കാൾ ഉത്തമം ധനികരാക്കി താങ്കൾ അവരെ വിട്ടുപിരിയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് താങ്കൾ എന്ത് ചെലവഴിച്ചാലും ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുളയ്ക്ക് പോലും താങ്കൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. അന്ന് അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ സന്താനങ്ങൾ ജനിച്ചു.
ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നും നടന്നു വരികയാണ്. അത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തും. ആ ഭാഗ്യവാൻ ആരാണെന്ന് എല്ലാവരും 4 ഭാഗവും നോക്കുകയാണ് ജിജ്ഞാസയോടുകൂടി. അതാ സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. പിന്നീട് ഒരു അവസരത്തിൽ അബ്ദുല്ലാഹിബിന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കളെ ഈ മഹാഭാഗ്യത്തിന് അർഹനാക്കിയ കർമ്മങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അതിന് മറുപടിയായി അദ്ദേഹം പറയുകയാണ്, നമ്മളെല്ലാം ചെയ്തു വരുന്നതിൽ കവിഞ്ഞ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുസ്ലിമിനോടും എനിക്ക് വിദ്വേഷമോ വെറുപ്പോ ഇല്ലെന്ന് മാത്രം. വർഷങ്ങൾ കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വേള. പേർഷ്യൻ സായുധസേന മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടതും യുദ്ധഭൂമിയിലേക്ക് പോകാൻ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കുകയാണ്. എന്നാൽ ഇസ്ലാം ഒരു പ്രതിസന്ധി ഘട്ടം അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഖലീഫയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് വിവേകമല്ല എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുകയാണ്. തുടർന്ന് പ്രശ്നം ചർച്ച ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ യോഗം വിളിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവും ഒക്കെ പങ്കെടുത്ത ആ യോഗത്തിൽ ഒരു സൈന്യാധിപനെ നിശ്ചയിക്കാൻ തീരുമാനിക്കുകയാണ്. ആരെയാണ് സൈന്യാധിപനായി നിശ്ചയിക്കേണ്ടത് എന്നാലോചിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം മുസ്ലിം സൈന്യവുമായി പേർഷ്യയുടെ കവാടമായ ഖാദിസിയയിലേക്ക് പോവുകയാണ്. 30,000-ഓളം മാത്രം പോകുന്ന മുസ്ലിം സൈന്യം നേരിടാൻ പോകുന്നത് 100,000-ഓളം വരുന്ന പേർഷ്യൻ സൈന്യത്തെയാണ്. അന്നത്തെ അത്യാധുനികമായ ആയുധങ്ങൾ അണിഞ്ഞ 100,000 ഭടന്മാരുള്ള ഒരു സൈന്യമാണ് അന്ന് പേർഷ്യൻ സൈന്യം. മുസ്ലിം സൈന്യത്തിൽ 99 പേർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. 300-ഓളം പേർ മക്കം ഫത്തഹിൽ പങ്കെടുത്തവരാണ്. 700 പേർ സ്വഹാബി പുത്രന്മാരാണ്. വാളും കുന്തവും മാത്രമാണ് ആയുധങ്ങളായിട്ടുള്ളത്. ഹൃദയത്തിൽ അലിഞ്ഞുചേർന്ന സത്യവിശ്വാസവും അർപ്പണബോധവുമാണ് കൂട്ട്. ഖാദിസയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളടങ്ങിയ കത്ത് വരികയാണ്. അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനം തൊട്ട് വേർപാട് വരെയുള്ള പ്രവർത്തന രീതി നോക്കി അത് അവലംബിക്കുക. അതുമാത്രമാണ് വിജയത്തിനുള്ള നിദാനം. അതുപോലെ നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ എനിക്ക് എഴുതണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു, ശത്രുക്കൾ നിങ്ങളുടെ ഏത് ഭാഗത്താണ്. കത്തു വായിച്ചാൽ നിങ്ങളെ ഞാൻ കാണുന്ന പോലെ ഇരിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു വിസ്തരിച്ച് തന്നെ മറുപടി എഴുതി. പേർഷ്യൻ സൈന്യം പടനായകനായ റുസ്തമിന്റെ നേതൃത്വത്തിൽ കൂട്ടത്തോടെ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിയിച്ചപ്പോൾ ഖലീഫ ഉമറിന്റെ മറുപടി വന്നു, അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ താങ്കളെ അലോസരപ്പെടുത്തരുത്. താങ്കൾ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക. ശത്രുനായകനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ക്ഷമയും വിവേകവും ദീർഘദൃഷ്ടിയുമുള്ള ഏതാനും വ്യക്തികളെ താങ്കൾ തെരഞ്ഞെടുത്തയക്കണം. ഇതിനെ തുടർന്ന് ഒരു ദൗത്യ സംഘത്തെ റുസ്തമിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവർ പറയുകയാണ്, അള്ളാഹു ഞങ്ങളെ അവനുദ്ദേശിക്കുന്ന ജനതയെ വിഗ്രഹാരാധനയിൽ നിന്ന് ഏകദൈവാരാധനയിലേക്കും ദാരിദ്ര്യത്തിൽ നിന്നും ഐശ്വര്യത്തിലേക്കും ഭരണാധികാരികളുടെ അനീതിയിൽ നിന്നും ഇസ്ലാമിന്റെ നീതിയിലേക്കും മോചിപ്പിക്കാനായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ സന്ദേശം സ്വീകരിച്ചവരെ ഞങ്ങൾ അംഗീകരിച്ച് മടങ്ങിപ്പോകും. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് ഞങ്ങളും യുദ്ധം ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് കൈവരുന്നതുവരെ. അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണ് എന്ന് റുസ്തം ചോദിച്ചപ്പോൾ അവർ മറുപടി നൽകുകയാണ്, ഞങ്ങളിൽ രക്തസാക്ഷികളാവുന്നവർക്ക് സ്വർഗവും ജീവൻ അവശേഷിക്കുന്നവർക്ക് വിജയവും. ദീർഘമായ സംഭാഷണം നടന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. സംഘം മടങ്ങിച്ചെന്ന് യുദ്ധം സുനിശ്ചിതമാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ രോഗം മൂലം എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ യുദ്ധത്തിൽ തന്റെ പങ്ക് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. സൈന്യത്തെ അണിനിരത്തി രോഗം വകവെക്കാതെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഭൂമിയിൽ എന്റെ സൽവൃദ്ധരായ അടിമകൾ അധിപതികളാവും എന്ന അർത്ഥം വരുന്ന ഖുർആൻ ആയത്ത് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു. പ്രസംഗം തീർന്ന ഉടനെ അദ്ദേഹം ഇമാമായി ളുഹർ നമസ്കരിച്ചു. അതിനുശേഷം സൈന്യത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് 4 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ശത്രുപക്ഷത്തിന്റെ നേരെ കൈ ചൂണ്ടി അദ്ദേഹം കൽപ്പന കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ പുറപ്പെടൂ. യുദ്ധമുന്നണിയിൽ നേരിട്ട് വന്ന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. തൊട്ടടുത്ത ഒരു ഒഴിഞ്ഞ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് സാധ്യമായ രീതിയിൽ അദ്ദേഹം യുദ്ധം വീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ മുന്നോട്ട്
മുന്നോട്ട്. ഇവർ വലതുഭാഗത്തിലൂടെ മുന്നേറട്ടെ, ഇടതുഭാഗത്ത് പഴുതിടരുത്. മുഗീറ മുന്നോട്ട് നിൽക്കട്ടെ, ജരീർ പിറകിൽ. നുഅ്മാൻ ആഞ്ഞുവിട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു. അവരുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ പേർഷ്യൻ സൈന്യത്തിന് നിൽക്കക്കള്ളിയില്ലാന്ന് വന്നു. സൈന്യാധിപനായ റുസ്തം നിലം പതിച്ചതോടെ തോറ്റോടുകയെ അവർക്ക് നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്ന് നഹാബന്ദ് വരെ ഓടിച്ചു. 2 വർഷത്തിനു ശേഷം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ നേതൃത്വത്തിലുള്ള സൈന്യം ഘോരമായ ഒരു യുദ്ധത്തിൽ പേർഷ്യക്കാരെ വീണ്ടും പരാജയപ്പെടുത്തി. അവരുടെ തലസ്ഥാനം പിടിച്ചെടുക്കുകയും കിസ്റായുടെ കിരീടവും കൊട്ടാരവും കൈവശപ്പെടുത്തുകയും ചെയ്തു. മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഇത്തവണ പേർഷ്യക്കാർ മദായനിൽ കേന്ദ്രീകരിച്ചത്. അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ടൈഗ്രീസ് നദി കടന്നുവേണം മദായനിലെത്താൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ ഉത്തമൻ എന്ന് പറയാൻ സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് ടൈഗ്രീസ് നീന്തി, പിന്നാലെ മുസ്ലിങ്ങളും നീന്തി. ഒരു ഭടനോ ഒരു കുതിരയുടെ ജീനിയോ നഷ്ടപ്പെട്ടില്ല. മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ടൈഗ്രീസ് നീന്തി മറുകര പ്രാപിച്ചു. ആ യുദ്ധത്തിൽ പേർഷ്യക്കാരെ ജയിച്ചടക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അക്രമിയുടെ കുത്തേറ്റ് മരണാസന്നനായിരിക്കുന്ന സന്ദർഭം. തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 ശിഷ്യന്മാരുടെ ഒരു സമിതിയെ അധികാരപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടിരുന്ന 6 വ്യക്തികളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്. അതിൽ ഒരാൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖിലാഫത്ത് സഅദിനെ ഏൽപ്പിച്ചാൽ അങ്ങനെയാവാം, മറ്റൊരാളെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അയാൾ സഅദിന്റെ സേവനം തേടണം എന്ന് ഖലീഫ ഉമർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഹിജ്റ 54 വർഷം. സഅദ് റളിയല്ലാഹു അൻഹുവിന് 80 വയസ്സാണ് പ്രായം. അദ്ദേഹം മരണാസന്നനായ സന്ദർഭം. തന്റെ മകന്റെ മടിയിൽ തലവെച്ച് അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹം തന്റെ പെട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴകി ജീർണിച്ച ഒരു തട്ടം അവർ പുറത്തെടുത്തു. ബദർ യുദ്ധത്തിൽ ഞാൻ ശത്രുക്കളെ നേരിട്ടത് ഇത് അണിഞ്ഞുകൊണ്ടായിരുന്നു. ഇന്നേക്ക് കരുതി വെച്ചതാണ് ഞാനിത്. ആ തട്ടത്തിൽ തന്നെ പൊതിഞ്ഞ് മറമാടണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. മുഹാജിറുകളിൽ അവസാനത്തെ കണ്ണിയായ അദ്ദേഹത്തെ ജന്നത്തുൽ ബഖീഇൽ ആണ് മറമാടിയത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.